ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, അപ്പൊ മക്കളെല്ലാവരും USS വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം തന്നെയാണ് ഇപ്പം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ USS വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ മാത്സിൽ എന്നെ മക്കൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള 2 പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതിലുള്ള ആദ്യത്തെ ചോദ്യമാണ് നമ്മുടെ ബോർഡിൽ കാണുന്ന ചോദ്യം. എന്താണ് ചോദ്യം? ചിത്രത്തിൽ PQRS ഒരു സാമാന്തരികമാണ്, കാണുന്നില്ലേ? അതില് ആംഗിൾ OQR എന്ത് വരും എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫിഗേഴ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മക്കൾ എന്ത് ചെയ്യും? എവിടെയാണ് OQR എന്ന് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. എടാ, അതിൻ്റെ അകത്ത് OQR ഈ ഒരു ആംഗിൾ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ആംഗിൾ കണ്ടുപിടിക്കാൻ അധികം ആൾക്കാരും ഒന്ന് ഡൗട്ട് ആയി പോകുന്ന ചോദ്യം തന്നെയാണ് ഇത് കേട്ടോ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേഗത്തിൽ പറ്റും. കാരണം 30, 40, 60, 80 എന്നുള്ള കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസും കൂടിയാണ് അവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ നോക്കാം, ഈ തന്നതൊരു പാരലലോഗ്രാം ആണ്. അപ്പൊ പാരലലോഗ്രാം ആയ സ്ഥിതിക്ക് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായാലും പാരലൽ ആയിരിക്കില്ലേ? ഇവിടെയുള്ള PQ എന്ന് പറയുന്നതും SR എന്ന് പറയുന്ന ലൈനും പാരലൽ ആയിരിക്കും. അപ്പൊ പാരലൽ ആണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നമുക്ക് ഓരോരോ ഫിഗേഴ്സിന്റെ ഓരോരോ ലൈൻസിന്റെയും ആംഗിൾസിന്റെ മക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ PQ, ഇവിടെ ഒരു ലൈൻ PQ ഉണ്ട്, അതുപോലെ SR, ഇത് പാരലൽ ആണ് അല്ലെ. ഈ പാരലൽ ആയിട്ടുള്ള ലൈനിനെ ഇങ്ങനെ ഒരു ലൈൻ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, മുറിച്ച് കടക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ആംഗിൾ. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആംഗിളിനെ നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? നീ നോക്കടാ, 2 പാരലൽ ലൈനിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിലിത് ഈ ഭാഗത്തും ഇവിടെ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് ആംഗിളിന്റെ ഒരു ആംഗിൾ ഇവിടെ 80 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ ഇവിടെയും നമുക്ക് എത്ര ഡിഗ്രി കൊടുക്കാം? 80 ഡിഗ്രി, 80 ഡിഗ്രി ആണെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അപ്പൊ നോക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാം? എനിക്കിവിടെ ഈ ഒരു കാര്യങ്ങൾ മായ്ച്ച് കളയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതും 80 ഡിഗ്രി ആണ് എന്ന് ഓൾട്ടർനേറ്റീവ് ആംഗിൾ പ്രകാരം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണ്. അപ്പൊ എന്റെ അടുത്തൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന് അല്ലെ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനില് ഇവിടെ ഒരു എന്തുണ്ട്? ഒരു ലീനിയർ പെയർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. സ്ട്രെയിറ്റ് ലൈനില് 2 ആംഗിൾസ് ലീനിയർ പെയർ ആണ്. അതിൽ ഒരു ആംഗിൾ 120 ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്ര വരും? ലീനിയർ പെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 180 നിന്ന് 120 മൈനസ് ചെയ്യും അല്ലെ. അപ്പൊ ആകെ എത്ര വരും? 60 ഡിഗ്രി, 60 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. സോ എനിക്ക് ഈ ആംഗിൾ എത്ര എന്ന് കൊടുക്കാൻ പറ്റി? 60 ഡിഗ്രി എന്ന് കൊടുക്കാൻ പറ്റി. എടാ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആംഗിൾ ഏതാണ്? OQR. ഈ ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 180 ഡിഗ്രിയിൽ നിന്ന് ഈ 60ഉം 80ഉം കൂടെ കൂട്ടിയത് കുറച്ചാൽ നമുക്ക് ആ മൂന്നാമത്തെ ആംഗിൾ കിട്ടും അല്ലെ. ആംഗിൾ OQR കിട്ടാൻ വേണ്ടി 180ൽ നിന്ന് 60ഉം 80ഉം കൂടെ ആഡ് ചെയ്തത് കുറയ്ക്കുക. അപ്പൊ 140 കുറച്ചാൽ എത്ര വരൂടാ? 40 ഡിഗ്രി അല്ലെ. 40 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. 40 ഡിഗ്രി ഓപ്ഷനിലുണ്ടോ? യെസ്, ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ B ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ഈ ഒരു കാര്യം, ഇത്തരത്തിലുള്ള കുനിഷ്ഠ ചോദ്യങ്ങളും ഫിഗേഴ്സ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം എന്റെ മക്കൾക്ക് ഒരു കുഞ്ഞി ഹോംവർക്ക് ആയിട്ട് ഞാൻ ഇവിടെ ഒരു പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ വന്നിട്ട് പറയാ. സോ അതിന് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ അടയാളപ്പെടുത്തിയ ആംഗിൾ കണ്ടെത്തണം. സോ 2 പാരലൽ ലൈൻസ്, അതിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു. അതിൽ ഒരു ആംഗിൾ ഇവിടെ 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ആംഗിൾ എത്രയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് പറയാ. ഓക്കെ, അപ്പൊ എന്തായാലും USS വേണ്ടിയിട്ടുള്ള നിങ്ങളെ പ്രിപ്പറേഷൻ നല്ല അടിപൊളി ആയിട്ട് പോവട്ടെ. അപ്പൊ ഇനിയും ഒത്തിരി ചോദ്യങ്ങളായിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.